SFI ഇന്നലെ ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം SFIയോ DYFIയോ പരസ്യമായൊരു പ്രതികരണം നടത്തുന്നതായി കണ്ടില്ല. അവരുടെ പ്രതികരണം എന്തെന്നറിയാൻ താല്പര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കുകയാണ് SFI ചെയ്യുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ SFIയെയും DYFIയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതല്ല, പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വാഴ്ത്തുപാട്ടുകൾ പാടുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ SFI നേതാക്കന്മാർ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറം തടവി നോക്കുന്നത് നല്ലതാണ്. നട്ടൽ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നലകളിൽ വിളിച്ച മുദ്രാവാക്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭിമുഖ്യം ഓർക്കുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ സമരപരിപാടികൾക്ക് ഇറങ്ങണം. ഇവിടെ കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിലൂടെ സർക്കാർ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ സർക്കാർ BJPയെ ഭയപ്പെടുന്നു, RSSനെയും ഗവൺമെന്റിനെയും ഭയപ്പെടുകയാണ്. അത് നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല വിഷയങ്ങളിലും സർക്കാരിന് ഒത്തുകളിയുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെല്ലാം വന്നു നിൽക്കുമ്പോൾ സർക്കാർ ഇവിടെ BJPക്കും RSSനും കീഴടങ്ങുകയാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പരാമർശമുണ്ടായി. എന്നിട്ട് ഇപ്പോഴും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലുണ്ടായ ആ അഴിമതി, അതിന് ഈ കാലഘട്ടത്തിലും എല്ലാവിധ ഒത്താശയും ഇപ്പോഴത്തെ പ്രസിഡന്റും ഭരണസമിതിയും ചെയ്തു കൊടുത്തു എന്നുകൂടി ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ട് പോലും അവിടെ രാജിവെക്കാതെ അവിടെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ തുടരുകയാണ്. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ കൂടി ഗവൺമെന്റ് തയ്യാറാകണം. അതിനുവേണ്ടുന്ന നടപടികൾ കൂടി എടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടാണെങ്കിൽ കൂടി ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത്. രണ്ട് കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. PM ശ്രീയിൽ ഒപ്പുവെച്ചതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് പരിപൂർണമായും RSS വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. RSS വൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് CPI തീരുമാനിക്കണം. RSS വിരുദ്ധ രാഷ്ട്രീയമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇന്ത്യയിലാകമാനം RSS വിരുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് മുന്നണിയിലേക്ക് അവരെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സമരപരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സമരങ്ങൾ ഉണ്ടായിരുന്നു, ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ. ഈ വിഷയത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയുമായിട്ട് സമരങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരങ്ങൾ കൂടി ഉണ്ടാകും. ആ സമരത്തിലേക്ക് കൂടിയാണ് ഞങ്ങൾ YFന്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ക്ഷണിക്കുന്നത്. അത് 27-നാണ് ചാർജ് എടുപ്പ്. അതിനുശേഷമുള്ള തൊട്ടടുത്ത ദിവസം ഉണ്ടാകും. ഞങ്ങൾ പരസ്യമായി പൊതുജന സമക്ഷമാണ് സംസാരിക്കുന്നത്. നിലപാട് അവരുടെ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടാണെങ്കിൽ അവർ ഇനി ഒരു നിമിഷം പോലും അവിടെ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അവർ മുന്നണി വിട്ട് പഴയ മുന്നണിയിലേക്ക് തിരിച്ചു വന്നാൽ അവരെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും സ്വീകരിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. ഒരേ ഒരു രാഷ്ട്രീയമാണെന്ന് കേരളത്തിൽ അവശേഷിക്കുന്നത്. അതിന്ന് ഒരു വശത്ത് RSSും CPM നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം, മറുവശത്ത് കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന RSS വിരുദ്ധ രാഷ്ട്രീയം. ഏതിൽ നിൽക്കണമെന്നുള്ളത് CPI തീരുമാനിക്കണം.